ലഹരിയിൽ ഉന്മത്തനായി സ്വന്തം അമ്മയെ കയറിപ്പിടിച്ച മകനെ കുത്തിക്കൊന്നൊരമ്മയാണ് മുമ്പിൽ നിൽക്കുന്നത്. നമ്മളെല്ലാവരും പറയുന്നത് പെൺകുട്ടികളുടെ സുരക്ഷയെ കുറിച്ചിട്ടാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ കൊളാസ്റ്റ് ചെയ്യപ്പെടുന്നത്. തൻ്റെ ഇടയിൽ വെച്ചാൽ ആ ഒരു അർത്ഥമാണ്. എൻ്റെ ഇടം കണ്ടെത്തുന്ന വൺ ഷുഡ് ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദർ ഓൺ സ്പേസ് ഇൻ ദിസ് യൂണിവേഴ്സ്. എല്ലാവർക്കും ഇടമുണ്ട്, അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. അച്ഛനാൽ 3 തവണ അച്ഛനെ ഗർഭം ധരിച്ച് 4ാമത്തെ തവണ അബോർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സ്വന്തം അച്ഛൻ്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ട മകളെ നമ്മോട് പറഞ്ഞു. പക്ഷെ ഈ ചിറ്റപ്പനാണ് വീട് പണിയാനും എല്ലാത്തിനും സഹായിച്ചത്, അച്ഛനെ വയ്യാണ്ടായപ്പോൾ സഹായിച്ചത്. അതുകൊണ്ട് ചിറ്റപ്പനെ പിണക്കാൻ പറ്റില്ല, നീ സൂക്ഷിച്ചാൽ മതി എന്ന രീതിയിലാണ് അത്രേ പ്രതികരിച്ചത്. കുട്ടികൾക്ക് ബേസിക് ആയിട്ടൊരു ലൈംഗിക വിദ്യാഭ്യാസം കുഞ്ഞാവുണ്ടാവേണ്ടത് എങ്ങനെയാണെന്നല്ല പഠിപ്പിക്കേണ്ടത്. ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും നമുക്ക് പ്രാധാന്യമുള്ളൊരു വാർത്തയുടെ താഴെ വന്നിട്ട് എന്തും വിളിച്ചു പറയാന്നുള്ളൊരു സംസ്കാരമില്ല. അത് സ്വന്തം വീട്ടിൽ സ്വന്തം മകൾക്കാണ് സംഭവിച്ചെങ്കിൽ ഇയാളത് പറയൂ എന്നുള്ളത്. നമസ്കാരം. അപ്പോ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ശരത് എന്ന് പറയുന്ന വ്യക്തി ഒരു അധ്യാപകനാണ്. പക്ഷെ അതിനൊപ്പം തന്നെ ശരത്തിന്റെ പ്രൊഫൈല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹിപ്നോട്ടിസ്റ്റ്, മെന്റലിസ്റ്റ്, ആകാശവാണിയിലെ ഫേമസ് ആയിട്ടുള്ള ശ്രോതാക്കളെല്ലാം കയ്യിലെടുക്കുന്ന ഒരു ആർജയാണ്. ഒപ്പം തന്നെ പല മേഖലകളിൽ ഒരു പ്രമുഖ ചാനലിന്റെ ശബ്ദം തന്നെയാണ്. അപ്പൊ അങ്ങനെ പല വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പരന്നു കിടക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ പോലും ശരത്ത് വരാമെന്ന് പറഞ്ഞാലും ഒരു ഡേറ്റ് കിട്ടാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ പല 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 തിരക്കുകളിൽ ഓടി നടക്കുന്ന ഒരാളാണ്. എങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു? അതാണ് എനിക്ക് സാധിക്കുന്നത്. ആത്യന്തികമായിട്ട് കുറച്ച് പ്രാരാബ്ദവും കുറച്ച് EMI ലോണൊക്കെ ഉണ്ടായിട്ട് ഏതൊരാളും എന്തുമാവുന്നുള്ളതാണ് ഉത്തരവാദമാണ്. അതിന് പുറമെ ഞാൻ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ അധ്യാപനമായിട്ട് പ്രവേശിക്കുന്നത്, വരാപ്പുഴ കീഴിലുള്ള ഒരു സ്കൂളിലെ മാഷായിട്ട്. അപ്പം നമ്മുടെ കുറെ അധ്യാപകരുണ്ട്, കുറെ വിദ്യാലയങ്ങളുണ്ട്. അപ്പം ഉള്ള സമയത്ത് നമുക്ക് അപ്പോയിന്റ്മെന്റ് സാങ്ഷനായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതിന്റെ ഒരു കാലഘട്ടം, അപ്പോൾ ഞാൻ ആദ്യം ഒരു ഭവൻസ് സ്കൂളിലായിരുന്നു, ഇവിടെ തിരുവാങ്കുളത്തായിരുന്നു, കോഴിക്കോടായിരുന്നു. ഇവിടെ നമുക്ക് വളരെ നല്ലൊരു ശമ്പളം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഇതിലേക്ക് വന്ന് നല്ലൊരു ഗ്യാപ്പ് വരും ശമ്പളം പാസ്സായി വരാൻ. ആ സമയത്താണ് ട്രെയിനിങ്ങിലേക്കും മറ്റു മേഖലകളിലേക്ക് ഇറങ്ങുന്നത്. അതിന് മുന്നേ തന്നെ ഞാൻ BEd പഠിക്കുന്ന സമയത്ത് ആകാശവാണിയിലേക്ക് വന്ന കഥ പറഞ്ഞിട്ട് കണക്ട് ചെയ്യാം നമുക്കത്. ഞാൻ BEd പഠിക്കുന്ന സമയം എൻ്റെ ഒരു സുഹൃത്ത് വളരെ പാഷനറ്റ് ആയിട്ട് ഒരു പാട്ടൊക്കെ പാടുന്ന ഒരുത്തരുണ്ട്. അവൻ പറഞ്ഞു, നീ പറവൂർക്കല്ലേ പോകുന്നേ, എനിക്ക് ലിഫ്റ്റ് തരണം കാക്കനാട്. എന്താ പരിപാടി? അവിടെ ഓഡീഷൻ ഉണ്ട് ആകാശവാണിയിൽ. ശരി, ഞാൻ നിലം പോവാണല്ലോ. അപ്പൊ ഇവൻ എൻ്റെ കൂടെ കയറുന്നു, ഞാൻ ആകാശവാണി മുമ്പിൽ ഇറക്കുന്നു. അളിയ നീയും വേണം ഒരു സമാധാനത്തിന് പോവാലോ. ചെന്നു. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ നേരത്തെ തന്നെ പൈസ ഒക്കെ അടച്ച് നമ്മൾ അറിയാലോ ഒരു ഓഡീഷൻ്റെ സ്പോട്ടായിട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ അന്ന് കിട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ധൈര്യത്തിന് ഞാൻ അവിടെ സ്പോട്ട് ഓഡീഷനുള്ളൊരു ടോക്കൺ എടുക്കുന്നു, കയറുന്നു. അവിടെ വന്ന് ഏതാണ്ട് ഒരു 20 പേരങ്ങ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അടക്കം 20 പേര് കയറി. ഞാൻ ആരെയാണോ കൊണ്ടുവന്നത് അവര് കിട്ടിയില്ല. അതിങ്ങനെ വഴിതെറ്റി വന്ന വഴികളിലൂടെയാണ് എന്റെ മുന്നോട്ടുള്ള സഞ്ചാരങ്ങളെല്ലാം. അളിയൊരു കമ്പനിക്ക് അതെ പിന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആകാശവാണി ഓൾറെഡി ഉണ്ട്. പ്ലസ് ഇതുപോലെ ട്രെയിനർ ആവണമെന്ന ഒരു മേഖലയിൽ ചെറുപ്പം തൊട്ട് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. +2 കഴിഞ്ഞിട്ട് ഒരു 3 ഇയർ ഹയർ ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു NIT. ആ സമയത്ത് നമുക്ക് വളരെ എണ്ണം പറഞ്ഞ ട്രെയിനർമാരുടെ മോട്ടിവേഷൻ സെഷൻസ് കിട്ടുമായിരുന്നു. അപ്പോഴാണ് ഇവരുടെ ഒരു കരിസ്മാറ്റിക് ഓറ, അത് നമ്മൾ വല്ലാണ്ട് കൊള്ളാലോ, ഒറ്റക്കൊരാൾ നിന്നിട്ട് ഇത്രയും പേരെ കയ്യിലെടുക്കാൻ സാധനം, അതൊരു കൊതിയായി എങ്ങനെയാണെന്നുള്ളത്. അവിടെ നിന്നാണ് ഈ ചിന്ത വന്നത്. അങ്ങനെ ട്രെയിനർ മേഖലയിലേക്ക് വരുന്നു. ആകാശവാണി എന്നൊരു പേരിനെ, അതായത് റെയിൻബോ RJ എന്നൊരു പേരിനെ ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഇപ്പോഴത്തെ ഭാഷ പറയാൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എനിക്കും RJ ബിനുവിനും തന്നെ ഇരിക്കാം. കാരണം ഒരുപാട് കലാലയങ്ങൾ, ഒരുപാട് വിദ്യാലയങ്ങൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ RJ ഹണ്ട് അല്ലെങ്കിൽ ടാലന്റ് ഹണ്ട് പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ള ഫ്രീലാൻസ് RJs ഞാൻ ബിനുവായിരിക്കും. 175ഓളം ഇതുപോലെ പ്രോഗ്രാമുകൾ നമ്മൾ ഓൾ കേരള കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, കേരളത്തിലെ പല കലാലയങ്ങൾ വിദ്യാലയങ്ങളിലൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ സംസ്കൃത ഭാഷ ആയതുകൊണ്ട് അതിനുള്ള കാരണം ഇങ്ങനെ അവസാനിപ്പിക്കാം. ഉദരനിമിത്തം ബഹുകൃത വേഷം, ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. എന്നാലും സന്തോഷമാണ്. ഞാൻ എന്ത് ചെയ്യുമ്പോഴും അത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാം. അതാണ്. പിന്നെ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ, ഈ പലപ്പോഴും ഞാൻ റീൽസ് ഒക്കെ കാണുമ്പോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പല മേഖലകളിലാണ് കുട്ടികൾ ഉണ്ടാവാറുണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവാറുണ്ട്, ഗവൺമെന്റ് സ്റ്റാഫുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല മേഖലയിൽ നിന്നുള്ള ആളുകളെ അവർക്ക് ഒരു ക്ലാസ് കൊടുക്കാൻ പോവാന്ന് പറയുമ്പോൾ
നമ്മളിപ്പോ ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയാണ് സംസാരിച്ചെങ്കിൽ നാളെ മുതിർന്ന ആൾക്കാരോട് സംസാരിക്കാം, മറ്റന്നാൾ ഈ കുട്ടികളും അവരുടെ പേരൻസിനോടും കൂടി ആയിരിക്കും സംസാരിക്കാം. അപ്പൊ പല കാറ്റഗറിയിലെ ആളുകളെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, തുടക്കത്തിൽ എല്ലാവരും ഭയങ്കര ചിരി, സന്തോഷം, ആഹ്ലാദം, പക്ഷെ അവസാനം വരുമ്പോഴേക്കും അവരൊക്കെ കരച്ചിലിന്റെ വക്കിലേക്ക് എത്തും. അപ്പോ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് കരയിപ്പിക്കാൻ പല കൊട്ടേഷൻ കരയിപ്പിക്കുന്നതല്ലേ എന്തുകൊണ്ട് അതെന്താ വെച്ചാല് അംഗനവാടി പിള്ളേർക്ക് മുതൽ അപ്പൂപ്പനമ്മമാർക്ക് വരെ കേരളത്തിലെ എല്ലാ ജയിലുകളിലെ തലപുള്ളികൾക്ക് മുതൽ IPS സിവിൽ സർവീസ് ഓഫീസർമാർക്ക് വരെ എന്ന രീതിയിലേക്ക് എനിക്ക് ട്രെയിനർ ആവാൻ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു. ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകരുത്. ട്രെയിനേഴ്സ് പല കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ വലിയ ബിസിനസ് ക്ലാസ് ചെയ്യുന്ന ട്രെയിനേഴ്സ് ഉണ്ട്, കോർപ്പറേറ്റ് ട്രെയിനേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് പ്രോഗ്രാംസ് മാത്രം ചെയ്യുന്നവരുണ്ട്, പോലീസിന്റെ മാത്രം ചെയ്യുന്നവരുണ്ട്, ബാങ്കിന് മാത്രം ചെയ്യുന്നവരുണ്ട്. അപ്പൊ കാറ്റഗറൈസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ശരിക്കും ട്രെയിനേഴ്സ് ഒരു മേഖല. സിനിമയിൽ പോലീസായി സ്ഥിരം പോലീസാന്ന് പറയില്ലേ, കള്ളൻ സ്ഥിരം കള്ളൻ, അതുപോലെ സ്ഥിരമാവാൻ ടൈപ്പ് ചെയ്യപ്പെടും. പക്ഷെ എനിക്കത് ഒരിക്കലും ഒരു ആഗ്രഹവും പ്രാർത്ഥന അതായിരുന്നു, ടൈപ്പ് ചെയ്യപ്പെടരുത് ഏത് പരിപാടിക്കും. ഇപ്പൊ LKG UKG പിള്ളേർ അവർക്കൊപ്പം എനിക്ക് ആവാൻ പറ്റണം. ഇപ്പൊ കേരള കുടുംബശ്രീ മിഷന്റെ വയോജന സംഗമമൊക്കെ ഉണ്ടായിരുന്നപ്പോ ഏറ്റവും വലിയ 6000-ഓളം വൃദ്ധരായ മനുഷ്യന്മാർക്കൊപ്പം 4-5 മണിക്കൂർ ഇങ്ങനെ മൈക്കുടിച്ച് നിൽക്കാന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടായിന്റെ. അപ്പൊ അതിനകത്ത് സന്തോഷം പറയുന്നത് നമുക്ക് കിട്ടുന്ന സന്തോഷം തന്നെയാണ് ഏറ്റവും വലുത്. ഒരു കൊച്ചുകുട്ടിയെയും മുതിർന്നവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റുക. ഞാൻ ആ സെഷൻ പൊതുവെ ആനന്ദം എന്ന പേരിട്ട് പറയാം. ആനന്ദം പിള്ളേരിൽ നിന്ന് വരുന്ന ഒരു സന്തോഷം. അതായത് ഈ അന്നമാണ് ഉന്നമെങ്കിലും അതിൽ നമ്മൾ കടത്തുന്ന നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ മെന്റലി ഡിപ്രസ്ഡ് ആയി പോകുന്ന ഒരു സ്റ്റേറ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാര് ആത്മഹത്യ ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്ന രീതിയിലൊക്കെ നമ്മുടെ നാടിനെ പലരും കുറ്റം പറയുമ്പോൾ എനിക്കൊരു ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ മിഡിൽ ഏജ് ക്രൈസിസ്, ഒരു പ്രായം കഴിഞ്ഞാൽ ഏറ്റവും ഒരു വ്യർത്ഥതയാണ് ജീവിതത്തിൽ. എന്ത് ഞാൻ ചെയ്യാം, മക്കള് ആയി, പ്രൊഫഷണൽ, ഇനി എന്താ ചെയ്യാന്നൊരു സാധനത്തിൽ ബ്ലിങ്ക് ആയി പോകുന്ന അവസ്ഥയിൽ മനുഷ്യന്മാർ. അവിടെ നിന്ന് ആൾക്കാർക്ക് പ്രതീക്ഷ കൊടുക്കാൻ പറ്റാന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. കരയിപ്പിക്കാന്ന് പറയുന്നത്, ഇപ്പൊ വിദ്യ സങ്കടം വന്നാല് ഒരു പൊതുയിടത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയൂ, വിദ്യ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികാരമാണോ കരച്ചിൽ? അല്ല. ആരും കാണാതെ ബാത്റൂമിൽ പോയിരുന്നിട്ടോ നമ്മള് പിടിച്ചു നിൽക്കുക. നമ്മളിപ്പോ തലയണയിൽ മുഖം പൂഴ്ത്തി ആരും നമുക്ക് ഇഷ്ടമല്ല കരയുന്ന കാണിക്കാനായിട്ട്. ചേട്ടനെ സോപ്പിടാൻ വേണ്ടി കാണിക്കാൻ വേറെ കാര്യം. പക്ഷെ അതല്ല, അല്ലാതെ നമ്മുടെ സങ്കടങ്ങൾ ആരും കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവിടെയാണ് ഇപ്പോ ഞാൻ ഇത് തുടക്കം ഒരു സിനിമ, വിശേഷരൊക്കെ സിനിമയൊക്കെ പോലെ എല്ലാം ഉണ്ടാവും അവിടെ. ലാലിന്റെ സിനിമയിലൊക്കെ പോലെ അവിടെ ചിരിയും കളിയും തമാശ ആക്ടിവിറ്റി ഇതെല്ലാം കൂടി വന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദ പർപ്പസ് ഓഫ് ലൈഫ്, ഒരു ജാപ്പനീസ് ബുക്കാണ്, ചിന്തയാണ് ഇക്കിഗായ്, ദ പർപ്പസ് ഓഫ് ലൈഫ്. ആ ഇക്കിഗായിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്തിനാ ഓടുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ മനോഹരമായിട്ടുള്ളൊരു റീൽ ഇങ്ങനെ കണ്ടു. ഞാൻ എന്നിലേക്ക് തന്നെ ഇന്ന് നോക്കിയിരുന്നു. കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല, എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. പതിവുകൾ എന്നെ വല്ലാണ്ട് മടുപ്പിക്കുന്നു. എന്താ ഞാൻ നേടിയത്? വല്ലാണ്ട് മടുപ്പായി. ഈ മടുപ്പ് എന്നൊരവസ്ഥയില്ലേ, കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച് എന്നൊരു പുസ്തകമുണ്ട് അരിന്ദൻ ചൗധരിയുടെ. അത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയെ നമ്മൾ ഭയപ്പെടണം. മെല്ലെ മെല്ലെയുള്ള വളർച്ച വളരെ നിന്ന് ഉറപ്പുവരുത്തിയാൽ മതി. അപ്പൊ ഓരോ വർഷവും ഓരോരോ പ്ലസുകൾ എൻ്റെ കരിയറിൽ, എന്നെ പ്രൊഫഷണലിൽ ഇങ്ങനെ ചേർത്ത് വെക്കാൻ. ഗവൺമെന്റ് സർവീസ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ വലിയൊരു എക്സ്പോഷറിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതിപ്പോ 2 സാലറി പറ്റില്ലല്ലോ KER പ്രകാരം, കേരള എഡ്യൂക്കേഷൻ റൂൾസ് പ്രകാരം പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം ഈ സോഷ്യൽ മീഡിയ ഹാൻഡ്സ് ഒന്നും പ്രൊമോട്ട് ചെയ്യാണ്ട് ഒന്ന് പതുങ്ങിയിരുന്നിട്ടായിരുന്നു അതിന്റെ പ്രവർത്തനം മുഴുവനും. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ അത് ശരിയല്ല. ഞാൻ അങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം കൂടുതൽ വരുന്നത് ശരിയല്ലെന്ന് ഓർത്തിട്ട് ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് പൂർണ്ണമായിട്ടും ശൂന്യവേതനാവധിയിലാണ്. ശമ്പളമില്ലാതെ അവധി എടുത്തിട്ടാണ് എല്ലാ ദിവസവും, നേരത്തെ പറഞ്ഞ തിരക്കുന്ന അതാണ്, എല്ലാ ദിവസവും നമ്മുടെ കർമ്മം ഗുരുത്വന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും എല്ലായിടത്തും ക്ലാസ്സുകളുണ്ട്. എല്ലാ ജയിലുകളില് അല്ലെങ്കിൽ എല്ലാ പോലീസ്, ഇപ്പോൾ ഒരു 12 വർഷമായിട്ട് കേരള പോലീസ് സേനയ്ക്ക് ഒപ്പം ഉണ്ട്. സിറ്റി റൂറൽ മിക്കയിടങ്ങളിലും കേരള പോലീസിന് ഒരുപാട് പ്രൊജക്ടുകൾ, ADGP വിജയൻ സാറിന്റെ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറഞ്ഞ പ്രൊജക്ട്, അതുപോലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, കേപ്പബിലിറ്റി എൻഹാൻസ്മെന്റ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, SEEP, അങ്ങനെ കുറേ പ്രോഗ്രാംസ്. ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ്സൊക്കെ തോറ്റു പോകുന്ന പിള്ളേരെ നമ്മൾ പോലീസ് പഠിപ്പിക്കുന്ന, ഇങ്ങനെ കുറേ പ്രൊജക്ടിന്റെ മോഡൽ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടും ട്രെയിനറായിട്ടും TOT, അതായത് ട്രെയിനേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് കൊടുക്കുന്ന ട്രെയിനറായിട്ടൊക്കെയും നമുക്ക് മാറാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഒരു നിയോഗം, ഒരു ഭാഗ്യം. എത്രയോ പേര് മിടുക്കന്മാരുണ്ട്. നമുക്ക് ഒരിടത്തും സ്റ്റക്കായി പോയിട്ടില്ല. അവിടെയാണ് നമ്മൾ ഗുരുത്വം എന്നൊക്കെ പറയണത്. അറിഞ്ഞ വിദ്യ ഏതൊരാൾക്കും പ്രയോഗിക്കാൻ പറ്റുന്നത്. പണ്ട് അഗീതം പറഞ്ഞ പോലെ എന്റെയിൽ ഈ കൊമ്പനാനകൾ, എന്റെയിൽ ഈ മഹാക്ഷേത്രവും മക്കളെ, പണ്ടത്തെ മേൽശാന്തി കവിതയാണത്. ഒന്നും എൻ്റെ അല്ല,
എല്ലാം എടുത്തുകൊള്ളുക, അതിനെ ഏറ്റവും നല്ലതായിട്ട്. ട്രെയിനർമാർക്ക് പൊതുവെയുള്ള പ്രത്യേകത എൻ്റെ അടുത്തുള്ളത് കൊടുത്താൽ തീർന്നു പോകുന്ന ഒരു പേടി ഇപ്പോഴല്ല പണ്ടുണ്ടായിരുന്നു. അതായത് ഈ റിസോഴ്സസ് എല്ലാം ഇങ്ങനെ കയ്യിൽ വെക്കും, അടുത്ത അത് കൈമാറില്ല, കൊടുക്കുന്തോറും കൂടും. ഇപ്പൊ ഞാൻ വിദ്യ ട്രെയിനറാണ്, ഞാൻ ഇതിക്കൊരു കാര്യം പറഞ്ഞു തരികയാണ്. വിദ്യ അവിടെ ചെല്ലുമ്പോൾ ഇത് ശരത്ത് ഭാഷ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയും, ശരത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ നല്ലത് ഞാൻ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാവും, എങ്കിലും ഉയരേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന കിക്കാണ്. ഓരോ ഇടങ്ങളിൽ പോകുമ്പോൾ ഓരോ മനുഷ്യന്മാരുണ്ടാകുന്ന ഇൻഫ്ലുവൻസ്, ലാസ്റ്റ് വരുന്ന ഒരു കരച്ചിൽ എന്ന് പറയുന്നത് കഥാർസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. കഥാർസിസ്, ഇമോഷണൽ കഥാർസിസ്. അതായത് നമ്മുടെ ലൈഫിന്റെ ഹിപ്നോട്ടിസത്തില് ഏജ് റിഗ്രഷൻ തെറാപ്പി പറയുവാനെ, നമ്മൾ ജനിച്ച നാൾ മുതൽ ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകമുണ്ട്, ഹു വിൽ ക്രൈ വെൻ യു ഡൈ. അതാണ് നമ്മുടെ ലാസ്റ്റ് കോർ കണ്ടന്റ്. നമ്മള് മരിക്കുമ്പോൾ ആരൊക്കെ കരയും? ഇത് മരിക്കുമ്പോൾ ആരൊക്കെ കരയും? അതെ, നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കണം അല്ലേ. നമ്മള് ചില കൗതുകരമായ കാര്യം പല മനുഷ്യന്മാരും അവനവനൊന്ന് കൊന്നു നോക്കാറുണ്ട്. അല്ല, ഇത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ആണല്ലേ? ഞാൻ മാത്രമല്ല, ഇപ്പൊ അത്യന്തം സങ്കടം വന്നിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും കരയുക? എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും ചിന്തിക്കാറുണ്ട്. പക്ഷെ പലർക്കും അത് പേടിയാണ്. പലരും ചിന്തിക്കുന്ന കാര്യം അങ്ങനെ സംഭവിക്കില്ല, ഞാൻ മരിക്കില്ല, ചിരഞ്ജീവി ആയിരിക്കും എന്നൊരു തോന്നല് പലർക്കും ഉണ്ട്. ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള റീസൺ കിടക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ മിസ് ചെയ്യണം എന്നുള്ളതാണ്. ആർക്കെങ്കിലൊക്കെ നമ്മൾ ഓർക്കണം, അയ്യോ അവരുണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നലിലേക്ക് ഈ മാർക്ക് ചെയ്യാൻ പറയില്ലേ, പുട്ട് യുവർ സിഗ്നേച്ചർ നൗ. നീ ജീവിച്ചിരുന്നു, സ്റ്റേ വെയർ യുവർ ആബ്സെൻസ് ഈസ് മിസ്ഡ് എന്നാണ്. ഞാൻ പല വിദ്യാലയങ്ങളിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തൊക്കെ പോണ സമയത്ത് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരുടെയും ആഗ്രഹം എന്നെക്കാൾ മികച്ച ഒരാളോട് വരും, എൻ്റെ എല്ലാ കുറവുകളും നികത്തും എന്നൊക്കെ. ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും പറയാറുള്ളത്, എനിക്ക് പകരം ഇവിടെ ആരും വരല്ലെന്ന് എന്റെ പ്രാർത്ഥന. അതെന്റെ സ്വാർത്ഥതയാണ്, എന്നെ പോലെ ഞാൻ മാത്രം മതി എന്നുള്ളതാണ്. അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയാണ്, എന്നെക്കാളും നല്ലൊരാൾ നിനക്ക് വരൂട്ടോ എന്ന് പറഞ്ഞാലും എന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ തന്നെയാണ് ബെസ്റ്റ് എന്ന്. ഇപ്പൊ പ്രേമിക്കുന്ന ആൾക്കാരില്ലേ, കല്യാണം കഴിഞ്ഞ് പോയാലും ഈ വാടകയ്ക്ക് കൊടുത്ത വീട് പോലെ ഇടക്കിടക്ക് കയറി അവരുടെ പ്രൊഫൈൽ കയറി നോക്കും, എന്നെക്കാളും നല്ലതാണോ നന്നായി വരും എന്നൊക്കെ പറഞ്ഞാലും മാനസേശ്വരി മാപ്പിട് എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് വിട്ടാലും അത്ര നന്നാവുണ്ടെന്നാണ് സംഭവം. ഞാൻ പറയുന്നത് ദുഷ്ടലാക്കോട് കൂടിയല്ല, നമ്മളുടെ മനുഷ്യന്റെ ബേസിക് ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ പുണ്യാത്മാവായിരിക്കും. അതായത് വന്നോട്ടെ, എന്നെക്കാളും നല്ലത് വന്നോട്ടെ, എന്നെക്കാളും മോശമോ വന്നോട്ടെ, പക്ഷേ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവരും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇരിക്കുന്ന റോളുകളെല്ലാം എന്റെ ആ ഒരു സ്പിടം, ഒരിടം. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും പോയി കഴിഞ്ഞാൽ വനിതാ ദിനത്തിൽ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു, പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ തൻ്റെ അടികളായി വളരുക എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ടീച്ചർ എഴുന്നേറ്റിട്ട്, മാഷെ തൻ്റെ ഇടം കാണിക്കരുതെന്നല്ലേ പറയണ്ടേ, തൻ്റെ അടി ആവാനാണോ പറയണ്ടേ? ഞാൻ പറഞ്ഞു, തൻ്റെ ഇടത്തിനൊരു എൻ്റെ ഒരു അർത്ഥതാണ് തൻ്റെ ഇടം കണ്ടെത്തുന്നവരായി മാറുക. ആരാണെങ്കിലും തൻ്റെ ഇടം വെച്ചാൽ ആ ഒരു അർത്ഥമാണ്, എൻ്റെ ഇടം കണ്ടെത്തുന്ന. വൺ ഷുഡ് ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദർ ഓൺ സ്പേസ് ഇൻ ദിസ് യൂണിവേഴ്സ്. എല്ലാവർക്കും ഇടമുണ്ട്, അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. അതാണ് എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്. ഈ ജയിൽ പുള്ളികൾക്ക് ക്ലാസ് എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ക്ലാസ് എടുത്തപ്പോ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. കൂടുതലും കുട്ടികൾക്കൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. ജുവനൈൽ ഹോമുകളിൽ ഗവൺമെന്റ് പ്രൊജക്ട് ആണ്, വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്മാർട്ട് ഐ എന്നൊരു പ്രൊജക്ട് ഉണ്ട്. അതിന്റെ മൊഡ്യൂള് കേരളത്തിലും പോണ്ടിച്ചേരിയിലും ഒക്കെ അതിന്റെ മൊഡ്യൂൾ ഉണ്ടാക്കിയത് നമ്മളൊരു കുറച്ച് കോർ കമ്മിറ്റി ആയിരുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പൊ നിർഭയ ഹോമുകളിലൊക്കെ എല്ലാവർക്കും പ്രവേശനമില്ല, പെൺപിള്ളേര് മാത്രമുള്ളൂ. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ചില കാഴ്ചകള്, അച്ഛൻ, അമ്മ, കുടുംബം, ബന്ധങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഒരു മേഖലയൊന്നും അല്ല പലതും. അച്ഛനാൽ 3 തവണ അച്ഛനെ ഗർഭം ധരിച്ച് 4ാമത്തെ തവണ അബോർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സ്വന്തം അച്ഛന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടത് മകളെ, അല്ലെങ്കിൽ എന്താ പറയാ, പണ്ട് കുപ്പത്തൊട്ടിൽ ഉപയോഗിച്ച് നമ്മൾ വാർത്തയിൽ വായിച്ച നായി കടിച്ച് കീറിയ കൊച്ചിനെയൊക്കെ നമ്മൾ അവിടെ കാണുമ്പോൾ ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെ ആൾക്കാർ പലരും ഇതൊക്കെ എവിടെയോ ജീവിക്കുന്ന, ആർക്കോ സംഭവിക്കുന്നത്. ബെന്യാമിൻ പറയുന്ന പോലെ നമ്മുടെ ലൈഫിൽ ഒരാത്തിടത്തോളം കാലം ഇതൊക്കെ ഒരു കഥകളാണ് മനുഷ്യന്മാർക്ക്. ചുറ്റുപാടുകൾ ഇങ്ങനെ. അപ്പൊ കുട്ടികൾക്ക് ബേസിക് ആയിട്ടൊരു ലൈംഗിക വിദ്യാഭ്യാസം, കുഞ്ഞാവുണ്ടാവണം എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും. അതായത് 18 വയസ്സ് വരെ അവരുടെ തലച്ചോറിൽ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ചില സംഗതികൾക്ക് വളർച്ചയില്ല എന്നതറിയുകയും അതിനെ ഒന്ന് തിരിച്ചുവിടാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ ചെറുപ്രായത്തിലെ കുറ്റവാളിയാകുന്ന ഒരവസ്ഥകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതില് ജയിലുകളിൽ അങ്ങനെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എന്റെ ഹൃദയത്തെ ഏറ്റവും മുറിവേൽപ്പിച്ചൊരു കാര്യം, കേരളത്തിലൊരു ജയിലിൽ ഞാനിങ്ങനെ പോയി ക്ലാസ്സൊക്കെ എല്ലാം കഴിഞ്ഞ സമയത്ത് ഒരു ലേഡി വന്നിട്ട്
പരിചയപ്പെട്ടു. കഥയൊക്കെ പറയുന്നു. സാറ് ക്ലാസ് ടച്ചിങ് ആയി. സാറി പറഞ്ഞ അമ്മ മകൻ ബന്ധം എൻ്റെ ജീവിതത്തിൽ അത് ഒരിക്കലും അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. അതായത് ലഹരിയിൽ ഉന്മത്തനായി സ്വന്തം അമ്മയെ കയറിപ്പിടിച്ച ആ മകനെ കുത്തിക്കൊന്നൊരമ്മയാണ് മുമ്പിൽ നിൽക്കുന്നത്. സാറി പറയുന്നതെല്ലാം ഞാൻ അവനോട് അങ്ങനെയായിരുന്നു. പക്ഷെ പലരും ഞാൻ പലരോടും പറയാറുണ്ട്, ഞാൻ എത്ര സ്നേഹിച്ചത് അവനെ, ഞാൻ അങ്ങനെ കണ്ടതല്ലേ അവനെ, അത് നമ്മളല്ലേ കാണുന്നേ, അങ്ങനെ ആയിരിക്കില്ലല്ലോ എന്നുള്ളത്. അപ്പൊ സ്വന്തം മകനെ കുത്തി കൊലപ്പെടുത്തിയ ഒരു അമ്മയോട് സംസാരിച്ചതൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ അറിയാണ്ടൊരു ഷിവറിങ് ഇങ്ങനെ വരും നമുക്ക് മനസ്സിൽ നിന്ന്. പിന്നെ പോക്സോ വിക്ടിംസ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ആ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 3ാം ക്ലാസ് മുതൽ ആ കുടുംബത്തിലെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ, അതുപോലെ അമ്മായിയുടെ ഭർത്താവ്, അമ്മായിയുടെ മകൻ, അങ്ങനെ ഏറ്റവും അടുത്ത ബന്ധുക്കളാലൊക്കെ ശരീരവും മനസ്സും മുറിവേറ്റ ഒരു കുട്ടി. ഈ കുഞ്ഞിനെ കാണുമ്പോൾ എൻ്റെ വീട്ടിലുള്ള 6ാം ക്ലാസ്സുകാരുടെ മുഖവും വന്നിട്ട് ഒരു കരച്ചിൽ തൊണ്ടയിലോ നിൽക്കുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ കുട്ടികളെ ചേർത്ത് പിടിക്കണമെന്നൊക്കെ പറയുമ്പോഴും മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും, അഫെക്ഷൻ എന്താണ്, എംപതി എന്താണ്, ഇതൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പാരൻസിന് സാധിക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കും. അപ്പൊ എന്ത് വന്നാലും അമ്മയോട് പറയണം, അച്ഛനോട് പറയണം എന്നുള്ളൊരു വിശ്വാസം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ ഏറ്റവും വിഖ്യാതയായിട്ടുള്ളൊരു സിംഗറുടെ സ്റ്റോറി, വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗർ, ആ പേര് ഞാൻ പറയുന്നില്ല. ഇവരെ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരാൾ മൊളാസ്റ്റ് ചെയ്ത വാർത്ത ഭയങ്കര ഫേമസ് ആയിരുന്നു. അവരെ ഒരുപാട് കാലത്തേക്ക് ഇൻഡസ്ട്രിയിൽ വിലക്കൊക്കെ ഉണ്ടായി. അപ്പൊ ആ ഒരു സ്റ്റോറിയിൽ ഈ സിംഗർ പറയുന്നത്, ഞാനിത് ആദ്യം എൻ്റെ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ എന്നെ ഒന്ന് കേൾക്കാൻ കൂട്ടാക്കിയിരുന്നെങ്കിലോ എന്നുള്ളത്. ലൈഫിൽ ഏറ്റവും ഗതികെട്ടൊരു അവസ്ഥ അതാണ് വിദ്യയെ. പക്ഷെ എനിക്കന്ന് അത് ചെയ്യാമായിരുന്നു, എനിക്കന്ന് അങ്ങനെ പറയാമായിരുന്നു, എനിക്ക് ഈ ഒരു ആക്ഷൻ എടുക്കാമായിരുന്നു എന്നൊരു തോന്നല്, അതായത് കയ്യിൽ നിന്ന് പോയിട്ട് കാര്യമില്ല. അപ്പൊ പാരന്റിങ് എന്ന് പറയുന്നത്, അല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ചുകൂടി പേരൻസ് കേൾക്കാൻ തയ്യാറാണ് കുട്ടികളെ. അതിന് മുൻപൊരു കാലഘട്ടത്തില് ചിലപ്പോൾ കൂട്ടുകുടുംബ സമ്പ്രദായമായിരിക്കും. അവിടെയൊക്കെ ഒരു കുട്ടി എന്നിട്ട് അമ്മയോട് പറയുമ്പോൾ അമ്മ ചിന്തിക്കുന്നത് ആ കൂട്ടുകുടുംബം. അപ്പൊ അതുകൊണ്ടൊരു പരിധി വരെ ചിലപ്പോ മോളെ കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, അതിനപ്പുറത്തേക്ക് ആ കുടുംബത്തിന്റെ സേഫ്റ്റി നോക്കിയിട്ട് ഇനി അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എന്ന് ചിന്തി. പക്ഷെ അത് ആ കുട്ടിക്ക് ഏൽപ്പിക്കുന്ന മുറിവ് ഭയങ്കര വലുതല്ലേ അല്ലെ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് അതിപ്പോഴും ഉണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് കുട്ടീനെ മൊളാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ കുട്ടി അവളുടെ ഈ പോക്സോ കേസ് പ്രത്യേകത വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞിട്ട് ഒരാൾ മൂടി വെച്ചാലും അത് കേസാവും. അപ്പോ ഈ കുട്ടി അമ്മയോട് പറഞ്ഞില്ലേ, അമ്മോട് പറഞ്ഞു, പക്ഷെ ഈ ചിറ്റപ്പനാണ് വീട് പണിയാനും എല്ലാത്തിനും സഹായിച്ചത്, അച്ഛനെ വയ്യാണ്ടായപ്പോ സഹായിച്ചത്, അതുകൊണ്ട് ചിറ്റപ്പനെ പിണക്കാൻ പറ്റില്ല, നീ സൂക്ഷിച്ചാൽ മതി എന്ന രീതിയിലാണ് അത്രേ പ്രതികരിച്ചത്. അതായത് ഞാൻ പലപ്പോഴും അമ്മമാരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞിന്റെ മാനം നഷ്ടപ്പെട്ട് അവള് പിന്നെ ഒരു വീട് പണിത് എന്ത് സുരക്ഷിതത്വമാണ് ആ കുഞ്ഞിനുള്ളത്? അതെ അതെ പറയും. പക്ഷെ ഇവിടെ ചേർത്ത് വായിക്കേണ്ട കാര്യം വിദ്യ, നമ്മളെല്ലാവരും പറയുന്നത് പെൺകുട്ടികളുടെ സുരക്ഷയെ കുറിച്ചിട്ടാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ മൊളാസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോ ആൺകുട്ടികൾ ഇവിടെ വെച്ചാൽ പൊക്കോട്ടെ, കുഴപ്പമില്ല, അവരുടെ അങ്ങനെയല്ല. ഈ ഇന്നാളൊരു പെൺകുട്ടിയുടെ, അതായത് ഒരു സീനിയർ ആയിട്ടുള്ള പെൺകുട്ടി അനുജന്റെ പ്രായത്തിൽ കുറഞ്ഞൊരു കുട്ടിയോട് അബ്യൂസ് ചെയ്തതിന്റെ വാർത്ത കണ്ടപ്പോ അതിന് താഴെ വന്ന ചില കമന്റ്സ് ആണ്, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു സീനിയേഴ്സ്, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കസിൻ ചേച്ചിമാര്, നിന്റെയൊക്കെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും ഒരു സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു വാർത്തയുടെ താഴെ വന്നിട്ട് എന്തും വിളിച്ചു പറയാന്നുള്ളൊരു സംസ്കാരമില്ലേ? അത് സ്വന്തം വീട്ടിൽ സ്വന്തം മകൾക്കാണ് സംഭവിച്ചെങ്കിൽ ഇയാളത് പറയൂ എന്നുള്ളത്. അതായത് റേപ്പ് എന്ന് പറയുന്നത് ഒരിക്കൽ ഹൃദയത്തിന് മുറിവേറ്റവരുടെ കൂടെ നിന്നിട്ട് എനിക്കറിയാം, അത്രയധികം ആയിരക്കണക്കിന് മക്കളുടെ കടന്നു പോയി എനിക്കറിയാം. ഒരിക്കലെങ്കിലും അങ്ങനത്തെ ഒരു ശ്രമം ഉണ്ടായാൽ പോലും ഒരു നോട്ടമാകാം, ഒരു പറച്ചിലാകാം, വെർബൽ റേക്കോ, ഇപ്പോ സെക്ഷുവലി കളേർഡ്, അതായത് ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നത് പോലും. കഴിഞ്ഞ കേസ് ഉണ്ടായത്, ഒരാള് ഇതുപോലെ ജോലിക്ക് വന്നവരെ ചക്കരയെന്ന് വിളിച്ചത് പോലും സെക്ഷുവലി കളേർഡ് ടോണാണെന്ന് പറഞ്ഞു. എനിക്കിഷ്ടമില്ലെങ്കിൽ അങ്ങനെ വിളിക്കരുത്, നമുക്ക് പേഴ്സണൽ സോൺ ഉണ്ട്. ആ വന്ന അനുഭവമുള്ള കുട്ടിക്ക് മനസ്സിലാവുള്ളത് എത്ര മുറിവാണെന്നത്. അത് വല്ലാത്തൊരു ട്രോമയാണ്. ആ ട്രോമയ്ക്ക് താഴെ വന്നിട്ട് പറയണ, നിന്റെ ഭാഗ്യോടെ, അതെന്ത് വികൃതമായ മനസ്സാണ്.
ഒരു കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ എല്ലാവർക്കും ഭരണഘടന അവകാശമുണ്ട്. പക്ഷെ അത് എന്തും പറയാനുള്ള തോന്നിയാസം എന്ന രീതിയിലേക്ക് മാറുമ്പോൾ ആലോചിക്കണം, കർമ്മ ഇസ് എ ബൂമറാങ്. ഇത് എവിടെ എങ്ങനെയാ കറങ്ങി വന്നെന്ന് പറയാൻ പറ്റില്ല. സ്വന്തം ആൾക്കാർക്ക് അനുഭവിക്കാത്തടത്തോളം കാലം ഇതൊക്കെ തമാശയിരിക്കും, നമുക്ക് കൂക്കി വിളിക്കാം. സോ ഇതുപോലെയുള്ള കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള നല്ല ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, സുസ്ഥിരമായ മാനസികാരോഗ്യം എന്നൊക്കെ പറയുന്നതിന് പേരിലാണ് നമ്മളൊക്കെ ഇങ്ങനെ ഈ ശരത്ത് പറഞ്ഞത് കർമ്മ എന്ന് പറയുന്നത് വളരെ സത്യമാണ് കേട്ടോ. ഇതിവിടെ പറയാമോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതുപോലെ ഒരു പെൺകുട്ടിയെ ഫിസിക്കലി അബ്യൂസ് ചെയ്ത ഒരാള്, അയാളത് വളരെ കാലം ഒളിപ്പിച്ചു വെച്ചു. അത് അതിനുശേഷം പുറത്തറിഞ്ഞു. പക്ഷെ അയാളത് ഒരിക്കലും സമ്മതിച്ചില്ല. ആ ഒരു ചുറ്റുപാടിൽ അതിന്റെ പുറകെ ആരും പോയൂല. പക്ഷെ അതിനുശേഷം അയാളുടെ ഫാമിലിയിൽ തന്നെ അയാളുടെ, എനിക്ക് തോന്നുന്നു അയാളുടെ അനിയന്റെ മകൾ എന്തുവാണ്, ഇതുപോലെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ അബ്യൂസ് ചെയ്തു. ആ അബ്യൂസ് ചെയ്തിട്ട് അപ്പോ അയാൾക്ക് വന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒരു കേസാക്കി ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ചു. പക്ഷെ ഇപ്പൊ കേസിന്റെ വിധി വരുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അപ്പോ കർമ്മയാണത്. അത് ഒരു പെൺകുട്ടിക്ക് വിഷമം ഉണ്ടായി എന്നുള്ളത് നമുക്ക് സങ്കടമുള്ള കാര്യം. പക്ഷെ അന്ന് ആ പെൺകുട്ടീനെ വേദനിപ്പിച്ചത്, ഒരു പെൺകുട്ടിനെ അയാൾ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സ്വന്തം ഫാമിലിയിൽ അത് വന്നപ്പോ അപ്പോഴാണ് അവർക്ക് ആ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായത്. അപ്പൊ അത് കർമ്മയുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് ഏതെങ്കിലും തരത്തിൽ നമുക്കത് ഫീൽ ചെയ്യും, എവിടെയെങ്കിലും നമുക്കതൊരു ഹിറ്റ് ചെയ്യുന്നുള്ളതാണ്. സോ പരമാവധി നമ്മുടെ എല്ലാ സന്തോഷങ്ങളും ആസ്വദിക്കാം. 18 വയസ്സിന് ശേഷം നമുക്ക് ആരോടൊപ്പം ജീവിക്കണം, ആരോടൊപ്പം എന്ത് ശീലങ്ങളും ദുശീലങ്ങളും നമുക്ക് ഡിഫൈൻ ചെയ്യാം. പക്ഷെ മറ്റൊരാളുടെ ജീവിതത്തെ എന്നേക്കുമായിട്ട് തകർക്കുന്ന രീതിയിലേക്ക് അത് മാറുമ്പോഴാണ് ഒരു കരുതൽ, ഞാൻ കാരണം തകർന്നു പോകരുത് എന്നുള്ളൊരു കരുതൽ ഉണ്ടാവേണ്ടത്.